സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ലേറ്റസ്റ്റ് വിശേഷം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ 300 സീറ്റുള്ള പാർലമെന്റിലേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് 211 സീറ്റുമായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP അധികാരത്തിലേറാനാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിൻ്റെ നേതാക്കളായിരുന്ന ഖാലിദ സിയയും മകൻ താരിഖ് റഹ്മാനും പുറത്തായിരുന്നു. പല കേസുകളും അവരുടെ പേരിലുണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങളും കേസുമായിട്ട് ഒരുപാട് ശിക്ഷകളൊക്കെ വിധിച്ചിട്ടുള്ളതാണ്. എന്തായാലും ശരി, ബംഗ്ലാദേശിൽ നിന്ന് മുങ്ങി പുറത്തായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുകയാണ്. 211 സീറ്റുമായി BNP അധികാരത്തിലേറുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് താരിഖ് റഹ്മാനാണ് അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ബംഗ്ലാദേശിൽ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി പ്രതീക്ഷിച്ചതുപോലെ വിജയം കൊയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 11 പാർട്ടികളുടെ ഒരു സഖ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ഏകദേശം 68 സീറ്റുമായി തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പായി ബംഗ്ലാദേശിലെ ആകമാനം അലയടിച്ച യുവാക്കളുടെ ഒരു സമര പരമ്പര, അക്രമ പരമ്പര, പല വിദേശ സഹായങ്ങളും അവർക്കുണ്ടായിരുന്നുവെന്നും ഷേഖ് ഹസീനയെ പുറത്താക്കാൻ വേണ്ടിയാണ് ഈ ലഹള പൊട്ടിപ്പുറപ്പെട്ടതെന്നും പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയും മിലിറ്ററി ഭരണം ഏറ്റെടുക്കുകയും ബംഗ്ലാദേശിൽ നിന്ന് രാഖി രാമാനം ഓടി രക്ഷപ്പെട്ട് ഹസീന ഇന്ത്യയിൽ അഭയം തേടുകയും ചെയ്തു. അപ്പോൾ മോഡി ഷേഖ് ഹസീനക്ക് അഭയം കൊടുക്കുകയും ഇന്ത്യയിൽ അങ്ങനെ താമസിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതി അവരുടെ മത്സരിക്കാൻ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് അവാമി ലീഗ് എന്ന പാർട്ടി, അതായത് അവാമി ലീഗ് എന്ന പാർട്ടിയാണ് ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ കാരണക്കാർ. അതിൻ്റെ പഴയ നേതാവായിരുന്ന മുജീബുർ റഹ്മാൻ, ഷേഖ് മുജീബുർ റഹ്മാൻ, അദ്ദേഹമാണ് അവാമി ലീഗ് എന്ന പാർട്ടി ഉണ്ടാക്കി പാകിസ്ഥാനെതിരെ പടപൊരുതി ഇന്ത്യയുടെ സഹായത്തോടു കൂടി 1971 ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാൻ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യയാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ഖാലിദ സിയയും അവരുടെ മകൻ താരിഖ് റഹ്മാനും എല്ലാം ഇന്ത്യക്കെതിരാണ്. പക്ഷെ എന്തായാലും ശരി, നമ്മുടെ പ്രധാനമന്ത്രി